ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു വ്ളോഗുമായി വന്നിരിക്കുകയാണ്. ഇതുവരെ ഇടാത്തൊരു വ്ളോഗാണ്. നമ്മൾ ഈദ് റമലാനിന് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വലിയ സ്പെഷ്യലാണ്. അല്ല, ചെറുത് ഇങ്ങനെ റൗണ്ടില് ചീസി ചിക്കൻ ബോൾസ്. അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളായിരിക്കും ഷെഫ്. ഇവിടെ നമ്മളാണ് ഫുൾ പണിയെടുക്കാൻ പോകുന്നത്. അതെ, മസാലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചിക്കൻ വേവിക്കാടുന്ന മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, ലെറ്റ്സ് സീ. വേവിക്കാൻ വെക്കുന്ന ചിക്കൻ അതിലേക്ക് ഉപ്പിടുക, കുറച്ച് പെപ്പർ ഇടൂ. കുക്കർ അടച്ചു 3 വിസിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷം അതെടുത്തിട്ട് നമുക്ക് ചീസ് ചിക്കൻ ബോൾസ് ഉണ്ടാക്കാം. മല്ലിച്ചപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് റെഡി. നെക്സ്റ്റ് ബാച്ച് ചിക്കൻ റെഡി. ഇനി എന്താണ്? ബ്രെഡ് ക്രംസ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഹാക്കാണ് മുമ്പ് പറഞ്ഞുതരാൻ പോണേ. നോക്കാം. ബ്രെഡ് ക്രംസ് എടുക്കുക, ബ്രെഡ് ക്രഷ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് എന്താണെന്നാ പറയണത്, സ്റ്റോർ ചെയ്ത് വെക്കാം ബ്രെഡ് ക്രംസ്. അപ്പൊ നമുക്ക് ഇനിയും നാളെ മറ്റന്നാളെ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. കുറച്ചുകൂടെ ക്രിസ്പി ആവും. ഈ വറുത്ത് വെച്ച ബ്രെഡ് ക്രംസിലേക്ക് നമ്മൾ കൊണ്ടിരിക്കുന്ന ബ്രെഡ് ക്രംസിലേക്ക് നമ്മൾ കുറച്ച് പെപ്പർ ആഡ് ചെയ്യണം. കുറച്ച് സോൾട്ട് ആഡ് ചെയ്യണം. ഇതും കൂടെ ഇതെന്താണ് ഒളിക്കാണ്. നമുക്ക് ഈസി പരിപാടിയാണ്. യുനോ, ഇനി ഇതിലേക്ക് നമ്മൾ ഹോം മെയ്ഡ് സ്പെഷ്യൽ മീറ്റ് മസാല, നമ്മളെ വേദയുടെ മീറ്റ് മസാല നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ ഈസി പണി. മീറ്റ് ലേശം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഷ്രെഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ സുഗുണയിൽ നിന്ന് ബോൺലെസ് ചിക്കനാണ് മേടിച്ചിട്ടുള്ളത്. സോ നമുക്കിത് ചൂടാറണ്ടേ. ചൂടുള്ളതുകൊണ്ട് കൈ പൊള്ളും. അപ്പം നമുക്ക് കുറച്ചു നേരം ചൂടാറ്റാൻ പറ്റാം, അല്ലെങ്കിൽ നല്ല പൊള്ളും. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച പൊട്ടാറ്റോ മാഷ് ചെയ്യാൻ പോവാണ്. നമുക്കൊരു സൺ ഗ്ലോ വന്നിട്ടുണ്ട്. സൂര്യൻ നമ്മളടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. അല്ലെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പടി പറയുന്ന സമയത്ത് നമ്മളപ്പോൾ ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യണം. നമുക്ക് ചിക്കൻ ഷ്രെഡ് ചെയ്യാം. അങ്ങനെ ഇത് ഫിനിഷ് ചെയ്തോ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. സോ നമ്മുടെ മസാലക്കുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാം. ഷ്രെഡഡ് ചിക്കൻ, ചോപ്ഡ് കൊറിയാണ്ടർ, ചോപ്ഡ് ഓണിയൻ, സ്മാഷ്ഡ് പൊട്ടാറ്റോ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, നമുക്കിത് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഓയിൽ ഒഴിക്കണം. എത്ര ഓയിലാണ്? പൊട്ടിത്തെറിക്കുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് നമ്മൾ മോനോട് ഉള്ളി ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാനാ ചെയ്യുക, ഇളക്കൊക്കെ ഞാനാ ചെയ്യുക കേട്ടോ. ഓക്കെ, ഈ ഉള്ളിക്ക് കുറച്ച് നമ്മൾ ഉപ്പിടണം. എന്നിട്ട് നമ്മൾ ഇളക്കണം. അപ്പോൾ ഉപ്പിട്ട് ഇളക്കലാവും. കുറച്ച് നേരം നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നെക്സ്റ്റ് പെപ്പർ, ചിക്കൻ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് ഈ മാഷ്ഡ് പൊട്ടാറ്റോസ് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം.
കോട്ട് ചെയ്യാനുള്ള അതുണ്ടാക്കണം. 2 എഗ്ഗും പെപ്പറും സോൾട്ടും. ഇത് എഗ്ഗിലും അത് കുറേ ആയി വിചാരിച്ചു. ഇതിങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടായി ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലേ? അല്ലെങ്കിൽ ഒരാളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടേ. ചീസ് പുള്ളൊക്കെ വേണം. അല്ല ചീസ് അങ്ങനെ വലിയില്ല, കാരണം ഇത് മോസറല്ല ചീസ് അല്ല, പക്ഷെ ഇങ്ങനെ ആവണം അങ്ങനെയാണ് വിചാരിക്കുന്നത്. ടേസ്റ്റ് യമ്മി ചീസ് ബോൾസ്. റീൽസിലൊക്കെ ഇപ്പോൾ ഫുൾ അതല്ലേ, നോമ്പ് തുറ ഡിഷസ് ഇങ്ങനെ സ്നാക്സ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയി. ഞങ്ങൾ ശരിക്കും ഒന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. എന്ത് കട്ട്ലറ്റ്? ബീഫ് കട്ട്ലറ്റ്. ബീഫ് കട്ട്ലറ്റ്. അപ്പം മമ്മി എന്ത് ചെയ്തു? ബീഫ് നല്ല വരട്ടി സെറ്റാക്കി. ഇന്നെന്താ മറ്റേ കടി എന്താ? ഇന്ന് പൊറോട്ടയും ബീഫ് വരട്ടി. പൊറോട്ടയും ബീഫ് വരട്ടിയത്. അപ്പം ഞങ്ങൾ ചിക്കൻ മേടിച്ചിട്ട് എന്നാ ചീസ് ബോൾസ് ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് എത്ര സമയം എടുത്തിട്ടുണ്ടാവും? 1 മണിക്കൂർ. ഇനി നമ്മളിത് പൊരിക്കും. ഗായ്സ് നമ്മൾ ഫ്രൈ ചെയ്യാൻ സമയമായി. കം ലെറ്റ്സ് ഗോ. ഇടാൻ പോണിട്ടോളൂ. എനിക്ക് പേടിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ ഒന്ന് ഭയമുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് കിടക്കാം. നമ്മുടെ കട്ട് ഫ്രൂട്ട്സും ജ്യൂസും റെഡി ആയിട്ടുണ്ട്, കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ചീസി ചിക്കൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ബോൾസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഫ്ലേവറുണ്ട്. കട്ട്ലറ്റിന്റെ പോലത്തെ എന്താ പറയണ്ടേ നേരം? ഹലോ ഗായ്സ്, മച്ചമാരെ നമ്മളെ നമ്പർ കഴിഞ്ഞിരിക്കുന്നു. മച്ചാന്മാരെ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിരിക്കുന്നു.